ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 76-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന ദിവസമാണ്, എവിക്ഷൻ നടന്നിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നേരെ നമുക്ക് ഹൗസിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ലാലേട്ടനെ വിഷയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുക, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സായി എന്താണ് എന്തൊക്കെയാണ് രൂപമാറ്റം സംഭവിച്ചിരിക്കുന്ന രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ സായി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് എന്നെ ഒന്ന് സാഗർ ഏലിയാസ് ജാക്കി എന്നാക്കാനായിട്ട്, അപ്പോൾ ഇവർ ആ രീതിയിൽ എന്നെ ആക്കിയതാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ആ വിഷ്വൽ കാണണമെന്ന് പറഞ്ഞിട്ട് നേരെ വിഷ്വൽ കാണിക്കാനായിട്ടോ. പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അഭിഷേക്, സിജോ, സായി, ജാസ്മിനൊക്കെ എന്നിട്ട് മുടി എടുത്ത് കൊടുക്കുന്നത്, താടി ഷേവ് ചെയ്ത് കൊടുക്കുന്നു, മുടി വെട്ടി കൊടുക്കുന്നു, അങ്ങനെ ഒരു പ്രത്യേകിച്ച് രൂപമാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. സായി അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ആ രംഗം കൊള്ളായിരുന്നു. അതിനുശേഷം ജിൻഡോയെ ചോദിക്കുന്നുണ്ട്, ജിൻഡോയ്ക്ക് കാര്യസുഖമായോ, തന്ന മരുന്ന് കഴിക്കുന്നുണ്ടോ, ജിൻഡോയ്ക്ക് ഇഷ്ടമുള്ള മരുന്ന് വേണോ, ജിൻഡോ ഡോക്ടറാണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. തന്ന മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജിൻഡോ പറഞ്ഞ്, ഓക്കെ ലാലേട്ട, ഞാൻ അതുപോലെ ചെയ്യാം, താങ്ക് യു ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദനോട് ചോദിക്കുകയാണ്, നന്ദന എങ്ങനെയുണ്ട്, ശ്വാസമുട്ടൊക്കെ മാറിയെന്ന് ചോദിക്കുന്നുണ്ട്. അതേ ലാലേട്ട മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞെന്ന് അറിയുമോ, എന്തായാലും ജയിക്കില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ കളിക്കാനെടുത്ത എഫർട്ട് അതിന് പ്രത്യേക അഭിനന്ദനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ലാലേട്ട താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നന്ദൻ അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മുടെ ടിക്കറ്റ് ഫിനാലയിൽ ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുന്ന ഋഷിക്കാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അർജുൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മനസ്സറിഞ്ഞിട്ട് ഋഷിക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ ഋഷി അതിനെ എതിർത്തു. ഇല്ല ലാലേട്ട, അർജുനാണെങ്കിൽ ആദ്യം ജാസ്മിന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്, പിന്നീട് എനിക്ക് തന്നതാണ്, എനിക്ക് വേണ്ടി സിൻസിയറായിട്ട് എനിക്ക് തരാം എന്ന് പറഞ്ഞത് അഭിഷേക് മാത്രമാണ്, അഭിഷേക് ശ്രീകുമാറാണെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അൻസിബ് അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന രീതിയിൽ. അപ്പോൾ അൻസിബ് പറഞ്ഞ്, ജാസ്മിന് മെജോറിറ്റി ആയിട്ട് കിട്ടില്ല എന്ന് എനിക്കറിയാം സാർ, ജാസ്മിന് എവിക്ഷൻ ഫ്രീ ആകണം, അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജാസ്മിന് പ്രവർത്തിച്ചതെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ജാസ്മിൻ എന്നിട്ട് പറഞ്ഞു, അൻസിബയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എൻ്റെ കുഴപ്പമില്ല, എന്നെ ഓഡിയൻസ് ഇവിടെ എത്രത്തോളം എന്നെ നിർത്തുന്നു അതുവരെ നിൽക്കാൻ ഞാൻ ഇവിടെ ബാധ്യസ്ഥയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ജിൻഡോട് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ലാലേട്ട, ജിൻഡോയ്ക്ക് ഋഷിക്ക് കിട്ടേണ്ടതാണെന്ന രീതിയിൽ ജിൻഡോ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ സംസാരിച്ച് കൊടുത്ത് നോറ ഒരു കൗണ്ടർ പൊട്ടിക്കാൻ കേട്ടോ. നോറ പറഞ്ഞു, ഈ വീട്ടിൽ വന്നപ്പോൾ ദുർവാശിയായിരുന്നു ജാസ്മിന്, പക്ഷേ ഇപ്പോൾ അവളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അവളെ മനസ്സിലാക്കാതെയാണ് അൻസിത്ത എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അൻസിത്ത എന്തിനങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല എന്ന രീതിയിൽ നോറ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ച ഇവരുടെ ട്രോഫി കിട്ടിയിരിക്കുന്നത് നമ്മുടെ നെസ്റ്റിന് തന്നെയാണ്, ഈ ആഴ്ചയും നെസ്റ്റിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ട്രോഫി ഒരു വീണ്ടും ഉയർത്തി കാണിക്കുന്നു, വൗച്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. പിന്നെ ഒരു ടാസ്ക് വരാം. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇനി ഫൈനലാണല്ലോ വരാൻ പോകുന്നത്, അപ്പോൾ അങ്ങോട്ട് പോകാൻ ഫൈനൽ വരെ എത്താൻ പോകുന്ന കണ്ടസ്റ്റൻ്റെടുത്ത് എന്താണ് അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തേണ്ടത്, അങ്ങനെ ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിനൊരു മാലയുണ്ട്. അപ്പോൾ ആ മാല ഇട്ടിട്ട് അവരെന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് പറയുക. അപ്പോൾ നമ്മുടെ ജാസ്മിനാണ് ആദ്യം മാല എടുക്കുന്നത്, അപ്സരയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അപ്സരച്ച് നല്ല ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്, അടിപൊളിയാണ്, പക്ഷേ അപ്സരച്ചിക്ക് പെട്ടെന്നൊരു ദേഷ്യ സ്വഭാവം വരും, അപ്പോൾ ആ ഒരു മൂഡ് സ്വിങ്സ് മാറ്റിയാൽ അടിപൊളിയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമറാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അർജുൻ വന്നിട്ട് ഋഷിയെയും ജിൻഡോയും തിരഞ്ഞെടുക്കുന്നുണ്ട്, സിജോ, നന്ദനെ, അതുകൊണ്ട് അഭിഷേക് ഋഷിക്കാണ് മാലയിട്ട് കൊടുക്കുന്നത് കേട്ടോ. മാലയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിവിടെ വന്ന സമയത്തും ഞാൻ ടാർഗറ്റ് ചെയ്ത് വന്ന ഋഷിയാണ്, അന്നും ഞാൻ ഋഷിക്കാണ് മാലയിട്ട് കൊടുത്തത്, ഇപ്പോഴും ഞാൻ മാലയിടുന്നുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്, അപ്പോൾ നല്ലതായിട്ട് കളിക്കുക, ഫൈനൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിൽ നമ്മുടെ അഭിഷേക് ഋഷിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻസിബയും ഋഷിയെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന അപ്സര നോറയാണ് കേട്ടോ. ഒരുപാട് അവൾ മാറിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ അവഗണിക്കേണ്ടത് നീ അവഗണിക്കൂ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് സംസാരിച്ചു. അവസാനം ജിൻഡപ്പൻ വന്നേ. ജിൻഡപ്പൻ പറഞ്ഞു, അയ്യോ ലാലേട്ട, എനിക്ക് കൺഫ്യൂഷനാണ്, ഇവിടെ ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ എല്ലാവരും ഒരേപോലെ നന്നായിട്ട് എല്ലാവരും മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് കൊണ്ടിട്ട് മാല, എനിക്ക് ഞാൻ വരട്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇല്ല ലാലേട്ട, ഞാൻ തന്നെ എനിക്കിടാൻ പോകുന്ന രീതിയിൽ മാലയിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് അർജുൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു ടാസ്ക്കാണ് കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനായിട്ട് നമ്മുടെ ജിൻഡോ, സിജോ, അർജുനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരാണ് ആക്ടിവിറ്റി ഏരിയയിൽ വന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, 3 റൗണ്ടായിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് ബസർ റൗണ്ടാണ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഒരു ഗെയിമും ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ഒന്നാമത്തെ ബസർ റൗണ്ടിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ആകാശവാണിക്ക് ആ പേരിട്ടത് ആരാണെന്നുള്ള രീതിയിൽ കേട്ടോ. അത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. അങ്ങനെ പിന്നെ കുസൃതി ചോദ്യം ചോദിക്കുന്നത്, മീരയുടെ അച്ഛന് മീരയെക്കാട്ട് ഇരട്ടി വയസ്സാണ്, എന്നാൽ മീരയ്ക്ക് 20 വയസ്സുണ്ട്, എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്ന രീതിയിൽ 40 വയസ്സ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ,
കുറച്ച് വിഷ്വൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കോഴികൾ, പൂച്ച ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര കോഴികളുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്, ഒരു മെമ്മറി പോലെ കേട്ടോ. അതിനുശേഷം ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള വാർഡ് ഏതാണെന്ന രീതിയിൽ, അതായത് അവാർഡാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഗെയിം എന്താണെന്ന് വെച്ചാൽ 3 പേര് ഇങ്ങനെ ബോൾ തട്ടി ഒരു വലയ്ക്കകത്ത് കൊണ്ട് ഇടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോൾ ആരാണ് എടുക്കുന്നത് അവർക്ക് പോയിന്റ് കിട്ടും. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി സിജോയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ 13ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് സിജോ. വെൽഡൺ എന്ന രീതിയിൽ ലാലേട്ടൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവസാനത്തെ ക്യാപ്റ്റനാണ് കേട്ടോ. BB സീസൺ 6 മലയാളത്തിലെ അവസാനത്തെ ക്യാപ്റ്റൻ സിജോയാണ്. അപ്പോൾ സിജോയുടെ എന്താ പറയുക ഈ ഒരാഴ്ചയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ കാണാം. എന്തായാലും അതിനുശേഷം ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്സരയൊക്കെ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്ന രീതിയിൽ ചോദിച്ചിട്ട് പറഞ്ഞു ന്യൂസിൻ്റെ ഫുൾ ഫോം അറിയാൻ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നാണ് അവരിങ്ങനെ പറഞ്ഞത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ഇതാണ് ന്യൂസിൻ്റെ ഫുൾ ഫോം എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. ലോട്ട് എടുക്കുക. ലോട്ട് എടുത്തതിന് ശേഷം സത്യമായ കാര്യം സംസാരിക്കുക. അതായത് ന്യൂസിൽ സത്യമായ കാര്യങ്ങളാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും സത്യമായ കാര്യങ്ങൾ നിങ്ങൾ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് ഇവിടെ ലോട്ട് എടുക്കുക. ലോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ പറയും. അങ്ങനെ ഋഷി വരുന്നുണ്ട്. ഋഷിയോട് ക്വസ്റ്റ്യൻ വെച്ചാൽ ഫേക്കായി നിൽക്കുന്ന ആരാണെന്നാണ്. അപ്പോൾ ഋഷി പറഞ്ഞു അതെടുത്ത് വെച്ചാൽ അയ്യോ ലാലേട്ടൻ ഇവിടെ അങ്ങനെ ഫേക്കായിട്ട് ആരും നിൽക്കുന്നില്ല ലാലേട്ടൻ, എങ്കിലും പറയാൻ പറഞ്ഞു ഇല്ല ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ എന്ന രീതിയിൽ ജാസ്മിൻ കൈപൊക്കിയിട്ട് പറഞ്ഞു അൻസിബയാണെന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത അൻസിബ വന്നിട്ടുണ്ടായിരുന്നു. അൻസിബ വന്നിട്ട് നോറയാണ് പറഞ്ഞിരിക്കുന്നത്. അൻസിബയ്ക്ക് കിട്ടിയ ലോട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇവിടെ സഹതാപം പിടിച്ചു പറ്റി നിൽക്കുന്ന അതായത് വിക്ടിം കാർഡ് കളിക്കുന്ന വ്യക്തി ആരാണെന്നാണ്. അപ്പം നോറയാണ് പറഞ്ഞത്. അപ്പോൾ നോറ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല, നോറയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, നോറ ടാലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് എന്നെ ഇവിടെ നിർത്തിക്കുന്നതാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്സര വന്നിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ കഴിവുള്ള വ്യക്തി ആരാണ് ചോദിച്ചപ്പോൾ ജിൻഡയാണ് പറഞ്ഞിരിക്കുന്നത്. നോറയ്ക്കുള്ളത് ഇരട്ടത്താപ്പ്, ഇവിടെ ആരാണ് ഇരട്ടത്താപ്പ് എന്ന രീതിയിൽ അൻസിബയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ റൗണ്ട് കടന്നു പോകുന്നത്. എന്തായാലും മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ലാലേട്ടൻ ചോദിച്ചു ഇതിന് ആർക്കെങ്കിലും ഒരു മറുപടി കൊടുക്കണമെന്നുണ്ടോ. അപ്പം നോറ കൈവക്കി, ജാസ്മിൻ അതുപോലെ അൻസിബയൊക്കെ കൈവക്കുന്നുണ്ട്. നോറ പറയുന്നത് സാർ എന്നെ ഇവിടെ ജനങ്ങളാണ് നിലനിർത്തുന്നത്. അൻസിത്ത എന്തിനങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല, പക്ഷേ എന്നെ ഇവിടെ ജനങ്ങളാണ് നിർത്തുന്നത്, ഞാൻ വിക്ടിം കാർഡ് കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അൻസിബ പറഞ്ഞു ഈ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഞാൻ കാണിച്ചിട്ടില്ല സാർ എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഋഷി അവിടെ എണീറ്റു. അപ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിച്ചു അല്ല മോനെ ഋഷിയുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫേക്കായി നിൽക്കുന്ന ഇവിടെ ആരാണ് ചോദിച്ചപ്പോൾ ഋഷിക്ക് അങ്ങനെ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ പറയണ്ട അവിടെ ഇരുന്നു വന്ന രീതിയിൽ ഋഷി അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്കറിയും ഞാൻ കുറച്ച് താഴ്ന്ന് എൻ്റെ ഗെയിമെല്ലാം താഴ്ന്നു പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ഉയർന്നു വരുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മോശം ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണെന്ന് ജിൻഡു ആണെന്ന രീതിയിൽ ജാസ്മിൻ പറഞ്ഞ സമയത്ത് ജിൻഡു ഒരു ആക്ഷൻ കാണിച്ചു. നീ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ ഒരു ആക്ഷൻ കാണിക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ജാസ്മിനെ പറഞ്ഞു കണ്ടോ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ച രീതിയിൽ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു എന്താണ് ഇതൊരു ഗെയിമാണല്ലോ, നിങ്ങൾ ആ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാതെ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന രീതിയിൽ. ലാലേട്ടൻ സോറി, ജാസ്മിനെ സോറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സാർ ഞാൻ ആ ജയിലിൽ കിടന്ന സമയത്ത് എന്നെ എന്തെല്ലാം അധിക്ഷേപിച്ചു, എന്നെ പുറകെ നടന്ന് എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൾ പറയുകയാണ് ഞാനിവിടെ മോശം ഗെയിം കളിക്കുന്നു. ലാലേട്ടൻ എന്നെ അന്നിവിടെ പിടിച്ച് പുറത്താക്കിയതിന് ശേഷം ഞാൻ വന്നിട്ട് ഇവിടെ ആരെടുത്ത് ഞാനൊരു മോശം വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ മര്യാദയ്ക്ക് തന്നെ കളിച്ചു പോകുന്ന രീതിയിൽ ജിൻഡു പറയുകയാണ്. സോറി ലാലേട്ട, സോറി ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രംഗം അവിടെ കഴിഞ്ഞു പോയി. അതിനുശേഷം എവിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ എണിപ്പിച്ച് നിർത്തുന്നുണ്ട്. 8 പേരാണല്ലോ, അതിൽ 4 പേരെ ചൂസ് ചെയ്യുന്നുണ്ട്. ഋഷി, അഭിഷേക്, അതുപോലെ തന്നെ ജാസ്മിൻ, അപ്സര, ഇവർ 4 പേരെയും ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച 9 പേരായിരുന്നു, അതൊന്നും ഒരാളാണ് റസ്മിൻ ഔട്ടായിരിക്കുന്നത്. ബാക്കി 8 പേരുടെ എവിക്ഷനാണ് ഈ ആഴ്ച തുടർന്ന് വന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ പോയി അവിടെ അവർക്ക് കോളം കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിനകത്ത് ഓരോരുത്തരായിട്ട് ജാസ്മിൻ പേര് വിളിക്കുന്ന സമയത്ത് 5ാം നമ്പർ കോളത്തിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള കാർഡ് എടുക്കാൻ പറയും. അപ്പോൾ കാർഡ് എടുക്കുന്ന സമയത്ത് അഭിഷേക് 14ാം നമ്പർ കോളത്തിൽ വരിക. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്ന ഒരു രംഗമാണ് കാണുന്നത് കേട്ടോ. അഭിഷേക് ശ്രീകുമാർ ഒരു നമ്പർ 2ാം നമ്പറിൽ ഋഷി ലിവിങ് റൂമിൽ പോയിരിക്കണം. ലിവിങ് റൂമിൽ പോയിരുന്നിട്ട് ജിൻഡോ വന്നിട്ട് ആ 2ൽ നിൽക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ജിൻഡോ വന്ന് നിൽക്കുന്നുണ്ട്. അവസാനം ജാസ്മിൻ ഒരു കാർഡ് എടുക്കുന്നുണ്ട് 14ാം നമ്പർ. എന്നിട്ട് പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ അപ്സരയും തമ്മിൽ കളങ്ങൾ പരസ്പരം സ്വിച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് അറിയിപ്പ് വരുന്നവർ കാത്തിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് 4 പേര് ഒരുമിച്ച് കാർഡ് എടുത്ത് ക്യാമറയിൽ കാണിക്കണം. അപ്പോഴത്തേക്കും അപ്സര പുറത്തായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഫെയർ ആയിട്ട് തോന്നിയില്ല. അതായത് അപ്സരയേക്കാൾ എത്രയോ മോശമായിട്ട് മീൻസ് ഒരു കാര്യത്തിലും പ്രതികരിക്കാതെയും അപ്സര നല്ല ഗെയിം കളിക്കുന്നുണ്ട്, നല്ല ടാലൻറ്റഡാണ്, അത്യാവശ്യം സംസാരിക്കും
കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരാണല്ലോ തീരുമാനിക്കുന്നതല്ലേ. പക്ഷേ 2 ദിവസത്തിന് മുന്നേ അപ്സരയുടെ ഹസ്ബൻഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്സര ഔട്ടായെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ശനിയാഴ്ചയല്ലേ ഇത് എവിക്ഷൻ വെച്ചിരിക്കുന്നത്, പിന്നെ ഇതെങ്ങനെ ഇവർ അറിയുന്നു? ലൈവ് നടക്കുന്ന ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ റിവ്യൂ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ലൈവിൽ നടക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ കാര്യങ്ങൾ പുറത്തറിയുന്നു. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഫ്രണ്ട്സ്. എന്തായാലും ഞാൻ വിജയ് രമേശ് വ്ലോഗിൽ റിവ്യൂ ചെയ്യുന്നത് എപ്പിസോഡിൽ എന്താണോ സംസാരിക്കുന്നത്, എപ്പിസോഡിൽ എന്താണ് കാണിക്കുന്നത്, അതാണ് റിവ്യൂ ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സായിക്കും സുജയ്ക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഇടയ്ക്ക് കുറച്ചൊരു അഹങ്കാരം പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ഗെയിമിൽ ഒന്ന് ഓണായി വന്നതാണ്. പക്ഷേ അറിയത്തില്ല, അപ്സരയ്ക്ക് ഭയങ്കര ഓർക്കപ്പുറത്ത് കിട്ടിയൊരു അടിയായിരുന്നു കേട്ടോ. എല്ലാവരും ഹഗ് ചെയ്യുന്നുണ്ട്. ജിൻഡോയൊക്കെ ഭയങ്കര ആത്മാർത്ഥമായി ജിൻഡോയെ ഡാൻസ് കളിപ്പിക്കാനും എന്താ പറയേണ്ടത്, നല്ല രീതിയിൽ ജിൻഡോയ്ക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജിൻഡോയ്ക്ക് നല്ല വിഷമമാകുന്നുണ്ട്. മിൽമയുടെ സ്നേഹ ഉപഹാരമൊക്കെ വാങ്ങിയിട്ട് അപ്സര ബിഗ് ബോസ് സീസൺ 6ൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് എനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്ക് ഇവിടെ നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്, ഇതെല്ലാം എനിക്ക് മിസ്സാവും, അയ്യോ എൻ്റെ ഗെയിം, അയ്യോ ഇറ്റ്സ് കീഡ് ആ സ്ഥലത്ത് പോയിട്ട് അയ്യോ എനിക്ക് അത് അവിടെ മിസ്സായി പോകും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരുമായിട്ട് ഞാൻ ലൈവ് കാണാൻ നിങ്ങളുടെ ഫൈനൽ കാണാൻ വരും, പുറത്ത് പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നോക്കട്ടെ, എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല എന്ന രീതിയിൽ തന്നെയാണ് അപ്സര ബൈ പറഞ്ഞ് പുറത്ത് പോയിരിക്കുന്നത്. എന്താ പറയേണ്ടത്, ഓക്കെ വെൽ ഡൺ അത്രേ പറയുന്നുള്ളൂ. കാരണം പ്രേക്ഷകരാണല്ലോ തീരുമാനിച്ചത്, വോട്ടിൻ്റെ അടിസ്ഥാനമാണ് എങ്കിൽ വോട്ട് കുറഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്സര നേരെ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാർ, പുറത്ത് പോയി നോക്കട്ടെ എന്താണെന്നുള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായിപ്പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ എവിക്റ്റായി പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം അടിച്ച് പൊട്ടിച്ച് കരഞ്ഞ് വിളിച്ചിട്ട് പോകുന്നുള്ളത്. പക്ഷേ ഞാൻ ഭയങ്കര ഫ്രീസായി എന്ന രീതിയിൽ സംസാരിച്ചു. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഈ ഗെയിം അങ്ങനെയാണ്, ബിഗ് ബോസ് ഷോ ഇങ്ങനെയാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ലാലേട്ട ഞാൻ പുറത്ത് പോയി നോക്കട്ടെ എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് നോക്കട്ടെ എന്ന രീതിയിൽ ബിഗ് ബോസ് സീസൺ 6 ഹൗസിനകത്ത് വന്ന കാര്യങ്ങൾ, അപ്സരയുടെ ഓരോ ഫൈറ്റും ഡാൻസും കോമഡിയും വഴക്കും ഗെയിമും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരിക്കൽ കൂടെ അകത്ത് കണ്ടസ്റ്റൻ്റ് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് കളിക്കുക, എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്, ഞാൻ ഫൈനൽ കാണാൻ വരും, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന രീതിയിൽ ലാലേട്ടന് ഹഗ്ഗൊക്കെ കൊടുത്തതിന് ശേഷം കാലിൽ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷമാണ് അപ്സര ഈ പ്ലാറ്റ്ഫോം വിട്ട് പോയിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 നല്ലൊരു കണ്ടസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിട്ട് വരിക, ഗോഡ് ബ്ലെസ് യു അപ്സര എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്തായാലും ലാലേട്ടനും എല്ലാവരോടും ബൈ പറഞ്ഞ് നാളെ കാണാം എന്ന രീതിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ സീസൺ 6 76ാമത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. നാളെയും എവിക്ഷൻ ഉണ്ട്, നാളത്തെ റിവ്യൂവിനെ കാത്തിരിക്കുക. അതുവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നു. വിജയ് രമേശ് വ്ലോഗിലെ വിജി. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് വിട പറയുന്നു. ബൈ ബൈ.